മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വലിയ മാമ്പഴത്തേക്കാളും ഇതേപോലുള്ള കുഞ്ഞ മാമ്പഴമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളരിക്കയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളരിക്ക ചേർത്ത് ഇതുവരെ നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തേങ്ങ അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വന്ന് നമ്മുടെ മാങ്ങയിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നല്ല പുളിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റ് കടുക് താളിച്ച് കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.